പ്രസിഡന്റ് സ്ഥാനം ഉപേക്ഷിക്കാൻ തയ്യാറാണ് യുക്രൈന് സമാധാനം ലഭിക്കുമെങ്കിൽ എന്നൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി അല്ലേ? അതെ, യുക്രൈനിൽ കനത്ത വ്യോമാക്രമണം റഷ്യ തുടരുകയാണ്. ഒറ്റ രാത്രിയിൽ 200-ലധികം ഡ്രോൺ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ട്. ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, ഗുഡ് ഈവനിങ്. അവിടെ വൈകുന്നേരമാണല്ലോ. അപ്പോൾ ഈ ട്രംപിൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു മൂവായിരുന്നു. റഷ്യയുമായി അടുക്കുക, റഷ്യയുമായി ചർച്ചകൾ നടത്തുക. വോളോദിമീർ സെലൻസ്കി കീഴടങ്ങില്ല എന്ന് പറഞ്ഞത് സെലൻസ്കിയുടെ ഒരു മനംമാറ്റം ഉണ്ടാകുന്നു. അതേസമയം തന്നെ റഷ്യ ആക്രമണം തുടരുന്നു. അപ്പോൾ ഈ ഒരു യുദ്ധം ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഏത് രീതിയിലായിരിക്കും അത് സാധ്യമാകുക? ഇപ്പോൾ സെലൻസ്കിയുടെ ഈ മനംമാറ്റത്തിന് പിന്നിൽ എന്താണ്? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ഈ യുദ്ധം ആരംഭിച്ചിട്ട് നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ 3 വർഷം കഴിയുമ്പോൾ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുടെ ഭാഗത്തു നിന്ന് ഏറ്റവും വലിയ ഒരു പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. യുക്രൈനിൽ സമാധാനം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ പ്രസിഡന്റ് സ്ഥാനം വരെ ഉപേക്ഷിക്കുവാൻ താൻ തയ്യാറാണെന്ന് സെലൻസ്കി ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ഇത് പറഞ്ഞത്. ഈ പത്രക്കാരെ കാണുമ്പോഴും വളരെ അസ്വസ്ഥനായിരുന്നു സെലൻസ്കി. യുക്രൈന് പക്ഷേ പകരം നേറ്റോയിൽ ഒരു മെമ്പർഷിപ്പ് ഉറപ്പ് തരണമെന്നാണ് സെലൻസ്കി ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വർഷങ്ങളായി യുക്രൈന്റെ പ്രസിഡന്റായി ഇരിക്കുവാൻ തനിക്ക് ഉദ്ദേശമില്ല. എന്നാൽ യുക്രൈന്റെ പ്രദേശങ്ങളെ ഒരിക്കലും ഭരിക്കുവാൻ റഷ്യൻ പ്രസിഡന്റ് പുടിനെ അനുവദിക്കില്ല എന്നും സെലൻസ്കി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സെലൻസ്കി ഒരു സ്വേച്ഛാധിപതിയാണെന്നും ജനങ്ങളുടെ ഒന്നും അംഗീകാരമില്ലാത്ത പ്രസിഡന്റ് ആണെന്നും ഒക്കെ പറഞ്ഞിരുന്നു. അമേരിക്ക ഇതുവരെ നൽകിയ സഹായത്തിന്, അതായത് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെയൊക്കെ സമയത്ത് നൽകിയ സാമ്പത്തിക അതുപോലെ ആയുധ സഹായത്തിന് പകരം $500 ബില്യൺ അപൂർവ ധാതുക്കൾ നൽകാമെന്നുള്ള കരാറിൽ യുക്രൈൻ ഒപ്പിടണമെന്നാണ് ട്രംപ് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. തുടർ സഹായം ഉറപ്പാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം ഈ കരാറിൽ ഒപ്പിടൂ എന്നാണ് ട്രംപ് പറയുന്നത്. അത് മാത്രമല്ല G7 അതുപോലെ ഐക്യരാഷ്ട്ര സഭയിലുമൊക്കെ യുക്രൈൻ അനുകൂല പ്രമേയത്തിൽ നിന്ന് പിന്തുണയ്ക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഡ്രാഫ്റ്റിൽ മാറ്റം വരുത്താനോ സമ്മർദ്ദം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. അമേരിക്കയിൽ നിന്നും മധു കൊട്ടാരക്കരയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. അപ്പോൾ സമാധാന ചർച്ചകളുണ്ട്, റഷ്യ അമേരിക്ക ചർച്ചകൾ നടക്കാൻ പോകുന്നു എന്ന ശ്രുതി അതിങ്ങനെ കുറേ നാളുകളായി കേൾക്കുന്നുണ്ട്. പക്ഷെ അതിനോട് യുക്രൈന് താല്പര്യമില്ല. എങ്ങനെയെങ്കിലും ഈ യുദ്ധം തീർക്കുക എന്നുള്ളതാണ്. പക്ഷേ കടുംപിടുത്തങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു യുദ്ധം കൺക്ലൂഡ് ചെയ്യുമ്പോൾ പുടിൻ ആഗ്രഹിച്ച കാര്യങ്ങളിൽ ഒട്ടേറെയും സാധിച്ചു കഴിഞ്ഞു. അപ്പോൾ നാറ്റോയിൽ അംഗത്വം കൊടുക്കുന്നില്ല യുക്രൈന്, അതേപോലെ തന്നെ പിടിച്ചെടുത്ത സ്ഥലങ്ങളിൽ ഇനി തിരിച്ചു കൊടുക്കില്ല. അപ്പോൾ എന്തായാലും യുക്രൈന് പ്രതികൂലമായിരിക്കും ഈ യുദ്ധം കൺക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ എന്നാലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരുടെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ശ്രമങ്ങൾ ലോകരാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു.